ഇത് കേട്ടോണ്ടിരിക്കുന്ന ഈ ലൈവ് ചെയ്തിട്ടു എന്ന് പറഞ്ഞ അതുലിനോട് ഉൾപ്പെടെയാണ് പറയണത്. തനുജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച വിട്ടുവെക്കില്ല ഒരൊറ്റ എണ്ണത്തിനെ, ഒറ്റ എണ്ണത്തിനെ വിട്ടുവെക്കില്ല. അവൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവളെ മാനസിക നില നേരെയാക്കി ഞങ്ങളൊക്കെ ഇങ്ങോട്ട് കൂടി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ സുതിമോൾ തനുജ ചെറിയൊരു വിഷയങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ തനുജനെ അത്യാവശ്യം നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സുതിമോൾ. അത് ജിനുവിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ജിനു പബ്ലിക്കിന് മുമ്പിൽ വെച്ചിട്ട് തന്നെ ഇതെൻ്റെ മോളല്ല, നീ വേണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും സ്വന്തം മോളാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് DNA ടെസ്റ്റ് ചെയ്തിട്ട് നീ അതിൻ്റെ ആ DNA ടെസ്റ്റിൻ്റെ ആ ഒരു ഇതുമായിട്ട് വാ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം, അങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ആർക്കും സഹിക്കാൻ പറ്റില്ല. അതൊരു കുഞ്ഞിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായാലും അതിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്തായാലും ജിനുവിൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. അപ്പോൾ അന്ന് ഞാൻ തനുജനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തനുജ് നല്ലൊരു ക്യാരക്ടറാണ്, നല്ലതുപോലെ ഒരു ഇതായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. എനിക്കും പേഴ്സണലി നല്ലൊരു ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് തനുജ. അപ്പോൾ പിന്നെ തനുജനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സുതിമോൾ. അപ്പോൾ സുതിമോൾ എന്തോ ജിനുവിൻ്റെ ലൈവിൽ എന്തോ കയറി അവിടെ എന്തോ കമൻറ്റ് ഇട്ടു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ സുതിമോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. ഇത് നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ തനുജ എന്ന് പറയുന്ന ആളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ലൈവ് വീഡിയോ ഇടുമ്പോഴെല്ലാം ഞാൻ എന്നെക്കൊണ്ട് സമയമുള്ള പോലെയൊക്കെ ഞാൻ കാണാറുണ്ട്. മൊബൈൽ തുറന്ന് നോക്കി ലൈവൊക്കെ ഞാൻ നോക്കാറുണ്ട്, ലൈവോ വീഡിയോസ് ഒക്കെ നോക്കാറുണ്ട്. ആ സമയത്ത് എല്ലാവരും ലൈവ് ഞാൻ നോക്കി പോകുന്ന കൂട്ടത്തിൽ എൻ്റെ ദൈവമേ എന്ത് വരാനിരുന്നാന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം അവർ ജിൻഷനൊക്കെ ലൈവ് ഇട്ട സമയമായിരുന്നു. ഞാൻ അപ്പോഴത്തേക്ക് അതിൽ കയറി ഹായ് സുഖമാണെന്ന് മാത്രം ചോദിച്ച് പിന്നെ അടുത്ത ലൈവ് വന്നു, അവരോട് ഞാൻ കമന്റ്സ് ഒക്കെ വിട്ടു. ഇങ്ങനെ ഓരോ ലൈവ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ചേച്ചിയുടെ ലൈവ് കണ്ടു. ഞാൻ ആ ലൈവ് മൊത്തം കണ്ടു തീർക്കുകയും ചെയ്തു. അതിന് പിറ്റേ ദിവസം ഞാൻ ഫോൺ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനുജ ചേച്ചിയുടെ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് തനുജ ചേച്ചിയുടെ ഇതിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, സുതിമോൾ എന്താണ് ജിനുവിനോട് പറഞ്ഞത്, ജിനുവിന്റെ കാര്യം എന്താണ്, ജിനുവായിട്ട് കമ്പനിയാണെന്നോ എന്തൊക്കെയോ ഒരു കമന്റ് വന്നു. കമന്റ് വന്ന സമയത്ത് തനുജ ചേച്ചി അവിടെ നിന്ന് പറയുന്നു, അയ്യോ അവരെ പറ്റി ഒന്നും പറയില്ലേ, അവരൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സ് ആണ്, അവരൊന്നും പറയരുത്, അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്ന് എന്നെ പൊങ്കാല ഇടും, അതുകൊണ്ട് അവരുടെ പേരൊന്നും കൂടെ അത് പറയണ്ട. പിന്നെ സുതിമോൾ ഒരു കാര്യം ഓർക്കണം, സുതിമോക്കും 3 പെൺമക്കളാണെന്ന് ഓർക്കണം, എന്നെപ്പോലെ ഒരു അവസ്ഥ. സുതിമോള് ജിനുവിന്റെ ലൈവിൽ പോയിട്ട് എന്തോ കമന്റ് ഇട്ട് ജിനുവായിട്ട് സപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇഷ്യൂ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പം അതിൽ വ്ളോഗ് എന്തോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തനുജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ. ഒരു സ്ത്രീ എന്നൊരു നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റൊരാളുടെ വാക്കുകൾ കേട്ടിട്ട് എന്തിനാ നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡില്ലേ. അപ്പോൾ എന്താ പറയുക, തനുജയുടെ ലൈവിൽ വന്നിട്ട് ഈ പുള്ളിക്കാരി കിടന്ന് അങ്ങ് പ്രസംഗിക്കുന്നത് കണ്ടു. അപ്പോൾ അവരുടെ ആ ഒരു ഇത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. അത് കേട്ടതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം, ഒന്ന് കേട്ട് നോക്കൂ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഈ ലൈവ് ചെയ്തിട്ടു എന്ന് പറഞ്ഞ അതുലിനോട് ഉൾപ്പെടെയാണ് പറയണത്. തനുജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച വിട്ടുവെക്കില്ല ഒരൊറ്റ എണ്ണത്തിനെ, ഒറ്റ എണ്ണത്തിനെ വിട്ടുവെക്കില്ല. അവൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവളെ മാനസിക നില നേരെയാക്കി ഞങ്ങളൊക്കെ ഇങ്ങോട്ട് കൂടി തിരിച്ചു കൊണ്ടുവന്നോണ്ടിരിക്കുക, ജീവിതത്തിലേക്ക് പിടിച്ച് കൈ കയറ്റിക്കൊണ്ടിരിക്കുക. നിനക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ നീ എന്തും കഴിച്ചു പറയുവാടാ അറിയോ അതിലെ ചേറ്റെ. നിന്നെയൊക്കെ ഉണ്ടല്ലോ, നിന്നെയൊക്കെ അന്ന് വണ്ടി ഇടിച്ച സമയത്ത് നീയൊക്കെ ചത്തുപോണായിരുന്നോടാ. ഒരു പെണ്ണിനെ ഇട്ട് ദ്രോഹിക്കണ കാശിന് വേണ്ടി പരന്നറി. നിനക്ക് എന്തറിയായിരുന്നോടാ, നിനക്ക് എന്തറിയായിരുന്നു എന്നാ നീ പറഞ്ഞേ? നീ ലൈവിലിരുന്ന് മുണയ്ക്കുന്നതുണ്ടല്ലോ, നീ എന്തറിഞ്ഞിട്ടായിരുന്നു പറഞ്ഞത് ചേറ്റെ? അന്ന് നിന്നെ ദൈവം വെറുതെ വിട്ടതാ കേട്ടോ, ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച്. ഇനി ഈ തള്ളയുടെയും മക്കളുടെയും പ്രാക്ക് മേടിച്ച് നിന്നെ പരലോകത്തേക്ക് കൊണ്ടുപോകും മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ. അവൻ എത്ര ദിവസം എന്നെ കണ്ടില്ല വീഡിയോ ചെയ്തെന്നറിയാം. അത് ഞാൻ പറഞ്ഞിട്ട് പോലും അല്ല. അവൻ ഓരോ ദിവസം അവന് ആൾക്കാർ സപ്പോർട്ട് കിട്ടുന്ന പറയുമ്പോ അവൻ ദിവസം എന്നെ. അപ്പോൾ ഈ സ്ത്രീ പറയണത് കേട്ടല്ലോ, അതിൽ വ്ളോഗിനാണ് പറയുന്നത്. അതിൽ വ്ളോഗിന് നേരത്തെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. മരണം കണ്ടിട്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വരിക പറയില്ല, അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ അതിൽ വ്ളോഗിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ തനുജയുടെ ലൈവിൽ വന്ന ആ ഒരു സ്ത്രീ പറയുന്നത്. ഇവർ തനുജയെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നെന്നൊക്കെയാണ് പറയണത്. പ്രശ്നത്തിൽ ശരിയാണ്, ഒരു ഫ്രണ്ട് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് സ്വാഭാവികമാണ്. നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കും, അതൊക്കെ നല്ല കാര്യം തന്നെ. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ
പറയണം കേട്ടോ, എനിക്കും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ലൈവിൽ വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു യൂട്യൂബറിനെ അത് അവൻ എങ്ങനത്തെയോ ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്നവനോ എങ്ങനത്തെയോ അവനോ ആയിക്കോട്ടെ, അവനെ പറയുന്ന വാക്കുകളാണ് നീ അന്ന് ആക്സിഡൻറ്റിൽ നീ ചത്താ മതിയായിരുന്നു, ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ആ ആളുടെ നിലവാരം, ആ ഒരു വാക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം നിലവാരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു വാക്ക് ഉപയോഗിച്ചത് ഒട്ടും ശരിയായില്ല. അയാൾ അതിൽ നിന്ന് പറയുന്ന വ്യക്തി എന്ത് തന്നെ പറഞ്ഞു തന്നെയാണെങ്കിലും നമ്മൾ ഒരാൾ ചത്തുപോട്ടെ, ഒരാൾ എങ്ങനെ പോട്ടെ, അങ്ങനെയൊന്നും ഒരാൾ നമ്മൾ ഇത് പറയരുത്. ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ മക്കളെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് സഹിക്കും. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം നടന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അന്ന് ആ സംഭവിച്ചതിന് അവൻ ചത്താ മതിയായിരുന്നു, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കും. അതെന്തായാലും ഒട്ടും ശരിയായിട്ട് തോന്നിയില്ല. ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയായില്ല. അതുപോലെ തന്നെ തനൂജ ഇത് കേട്ടിട്ടും തനൂജയുടെ ആ ഒരു ഇത് മാത്രമാണ് ക്ലിയർ ചെയ്യാൻ നോക്കുന്നത്. ഞാൻ തനൂജയെ എനിക്ക് പേഴ്സണലി ഒരു ഇതുമില്ല, ഞാൻ കുറ്റം പറയുക ഒന്നും ചെയ്യല്ല. പക്ഷെ തനൂജ ഈ ഒരു ഇങ്ങനെ പറയുമ്പോൾ ആ ചേച്ചി എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വാക്ക് പറയണ്ട, നല്ലൊരു ഇതാണെങ്കിൽ, നല്ലൊരു മനസ്സിനുടമയാണെങ്കിൽ തനുജയ്ക്ക് അത് തടുക്കാമായിരുന്നു. എന്തുകൊണ്ട് തനുജ അത് തടുത്തില്ല? നീ അന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ നീ ചത്താ മതിയായിരുന്നു. ആ ഒരു ഇത് ഇത്രയും ആളുകൾ കേട്ടുകൊണ്ടിരിക്കില്ലേ, അല്ലെങ്കിൽ തനുജ കേട്ടുകൊണ്ടിരിക്കില്ല, തനുജ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പം എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോൾ എന്തായാലും എനിക്ക് സങ്കടം വന്നുട്ടോ. എനിക്ക് പേഴ്സണലി ഈ പറയണ അതുലിനെയോ അതുപോലെ സുതിമോളിനെയോ അതുപോലെ തനൂജിനെ ആരെയും അറിയില്ല. പക്ഷേ ഞാൻ ആ ഒരു ഇതിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ തനൂജയുടെ ലൈവിലൊക്കെ കയറാറുണ്ട്, പക്ഷേ കമൻസും കാര്യങ്ങളൊന്നും ഇടാറില്ല. ഞാൻ കയറാറുണ്ട്, കയറി കാര്യങ്ങളൊക്കെ കാണടങ്ങളും സാക്ഷികളൊക്കെ പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. ആ മോളുടെ സങ്കടം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് 2 പെൺമക്കളാണ്. അപ്പോൾ പെൺമക്കളെ വളർത്തുന്നതിൻ്റെതും ഇതൊക്കെ അച്ഛനില്ലാതെ വളരുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തനൂജയുടെ ലൈവെല്ലാം കാണാറുണ്ട്. അപ്പോൾ ജിനുവിൻ്റെ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ ഒരാൾ ജിനുവിൻ്റെ ഇതിൽ പോയിട്ട് കമൻ്റ് ഇട്ടു, അല്ലെങ്കിൽ അത് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ പൊക്കി പിടിച്ച് അതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വാക്ക് പറഞ്ഞതിന് എനിക്കും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നിങ്ങൾ എന്ത് ന്യായീകരണമായിട്ട് പറഞ്ഞാലും ശരി, നിങ്ങളും ശരിയാണ്, നിങ്ങൾ പല ഇതൊന്നും തരണം ചെയ്ത് വന്നതാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾക്ക് ആ ഒരു വിഷമം വന്നു, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് നിങ്ങളെ വിഷമം വന്നു. അപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റൊരാൾ തനൂജ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തിയാകാതെ അവളങ്ങ് ചത്താ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ പറയുന്ന ആളുണ്ടല്ലോ, ആ ആൾക്ക് ഈ തനൂജയെക്കുറിച്ച് മറ്റൊരാൾ ഇങ്ങനെ പറയുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കി. അതിൽ നിന്ന് പറയുന്ന വ്യക്തിക്ക് കുടുംബവും അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ, അവർ ഇതൊക്കെ കേൾക്കുമ്പോൾ എത്രമാത്രം അവർക്ക് വേദന ഉണ്ടാവും. ശരിയാണ്, അതിൽ പല ആൾക്കാരെയും വെച്ച് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ ചെയ്യാന്ന് പറഞ്ഞ് അത് ഉള്ള കാര്യങ്ങൾ പറയുന്നത് തന്നെയാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളെ പൊക്കി പിടിച്ച് പറയല, ഉള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം, അതാണ് റിയാക്ഷൻ എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആരെയും പൊക്കിക്കെട്ടാൻ, ആരെയും താഴ്ത്തിക്കെട്ടാനൊന്നും നോക്കുന്നില്ല. നമ്മളൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടുക, അതാണ് ഈ റിയാക്ഷൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് അതിനെ വേറെ രീതിയിൽ നിങ്ങൾക്ക് ശകാരിക്കാമല്ലോ. അല്ലാതെ നീ ഇങ്ങനെ ആ ഒരു ആക്സിഡൻറ്റിൽ നീ ചത്തുപോയാൽ മതിയായിരുന്നു, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. അതിനിപ്പോൾ എന്നെ ആര് പൊങ്കാലിടാൻ വന്നാലും ശരി, അതൊരിക്കലും നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ യോജിക്കാനോ കഴിയില്ല. അത്രയ്ക്ക് മാത്രം വിഷമമുണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. എനിക്കൊരു പെണ്ണെന്നുള്ള രീതിയിൽ ഒരു പെണ്ണിനും ഒരു നല്ല മനസ്സുള്ള ഒരു ഉടമകൾക്കും ഇങ്ങനെ പറയാൻ കഴിയില്ല. ഒരാളെക്കുറിച്ച് ഇങ്ങനെ ചത്തുപോട്ടെ എങ്ങനെയൊന്നും അറം പറ്റുന്ന വാക്കുകൾ ഒരിക്കലും പറയാൻ കഴിയില്ല. എന്തായാലും ആ ഒരു വാക്കുകൾ നിങ്ങൾ പറഞ്ഞത് എന്തായാലും മോശമായിപ്പോയി. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അതിലും വിളിച്ച് നിങ്ങൾ ക്ഷമയാണ് ചോദിക്കേണ്ടത്. ഞാൻ അതിൽ ആരും അല്ലട്ടോ, അതിലും എനിക്ക് അറിയപോലെ പേഴ്സണലി എനിക്ക് അറിയത്ത പോലുമില്ല. അവൻ്റെ വീഡിയോസുകൾ ഞാൻ കാണാറുണ്ട്, അല്ലാതെ എനിക്ക് പേഴ്സണലി അതിൽ അറിയേയില്ല. ഇപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ തനൂജയുടെ ലൈവ് കണ്ടു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്രതികരിക്കാമെന്ന് വിചാരിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് ഭയങ്കര മോശമായി. ഇപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് തനൂജ നീ കളയുന്നതാണ് നല്ലത്. നിനക്ക് പറ്റിയ കൂട്ടുകെട്ടല്ല ഇങ്ങനെയുള്ള കൂട്ടുകെട്ട്. എന്തായാലും നിനക്ക് നേർവഴിയാണ് നിൻ്റെ കൂട്ടുകാരികൾ കാണിച്ചു തരേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരാളെ മുടിഞ്ഞു പോട്ടെ, ഒരാൾ ചത്തുപോട്ടെ, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളെയല്ല നിനക്ക് വേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് എന്തായാലും ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.